ഏത് കോത്തായത്തിൽ നോക്കിയിട്ടുണ്ട് അതൊക്കെ ഡിസൈൻ ചെയ്യാതിരിക്കണേ. നിങ്ങൾ ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പരിപാടി നിർത്തിക്കൊണ്ടിട്ടുള്ള കാര്യമായിട്ട് പറയണേ. അത് ഏത് കച്ചവടക്കാരായാലും കടക്കാരായാലും ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരായാലും ഇപ്പോഴത്തെ അവസ്ഥ, കേരളത്തിന്റെ അവസ്ഥ എന്താ നിങ്ങൾക്കറിയാം? ഒരു നൂൽപ്പാലത്തുമൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ ഒക്കെ കയ്യിൽ നിന്ന് പോകും. ഒരു മനുഷ്യനും അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല. കുറെ വർഗീയമായിട്ട് തല്ലൂടിയിട്ട് കുറെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കുറെ ലാഭം ഉണ്ടാവുക എന്നല്ലാണ്ട് ഒരു മനുഷ്യന്റെ കുട്ടിക്കും വരാൻ പോകുന്ന തലമുറയ്ക്കൊന്നും ഒരു ഗുണം ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടൊന്നും നാട് മുടിയാൻ യുദ്ധവും അല്ലെങ്കിൽ മറ്റുള്ള ശത്രു രാജ്യങ്ങളും ഒന്നും ആക്രമിക്കൊന്നും വേണ്ട. ഇതുപോലെ ചേരി തിരിഞ്ഞ് ഉള്ളിൽ തല്ലൂടിയാൽ മതി. ഒരു നാടും രക്ഷപ്പെട്ട ചരിത്രം ലോകത്തുണ്ടായിട്ടില്ല. രാജ്യത്തെ ജനങ്ങൾ തമ്മിൽ തല്ലൂടി നശിച്ചതല്ലാണ്ട് ഒരു രാജ്യം ഒരിക്കലും രക്ഷപ്പെടില്ല. ഒരു ജനതയും കരകയറിയിട്ടില്ല. കണ്ണീരും നഷ്ടങ്ങളും അല്ലാതെ ഒന്നും കിട്ടില്ല കേട്ടോ. ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കാട്ടിയിട്ട് കുറച്ചുകൂടി വേഗത കൂട്ടി കൊടുത്തോളി. അല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. നിങ്ങളെ പരിപാടികളൊക്കെ നടക്കട്ടെ. നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്, ചതറട്ടെ. ഇവൻ്റെ ഒക്കെ കട പൂട്ടിച്ചിട്ട് ഈ കട ഉടമയെയും ഈ ഡിസൈൻ ചെയ്തവനെയും സമൂഹത്തിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന പേരിൽ അറസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇവനൊന്നും ഇതുപോലെ ചെറ്റത്തരം മേലളി കാണിക്കരുത്. ഹലോ സുഹൃത്തെ, ഈ ഡിസൈൻ ചെയ്തവർക്ക് നാട് കുട്ടിച്ചോറായി കാണണം എന്നും ഉണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കടക്കാരൻ്റെ മുമ്പ് ഇത് ഡിസൈൻ ചെയ്തവനെ ആദ്യം പിടിക്കണം. ഇത് പ്രശ്നമുണ്ടാക്കാൻ തന്നെയാണ്. അവൻ മനഃപൂർവ്വം കരുതിക്കൂട്ടി. അവൻ ചെയ്തത് ഇവൻ്റെ കയ്യിൽ ഒപ്പിച്ചതാണ് ഇത് പ്രശ്നം ആകുമെന്ന്. ഇത് ഡിസൈൻ ചെയ്ത് കൊടുത്ത ആള് തീർച്ചയായും അറിയാം. അവനെയും ഈ രംഗത്ത് ഒഴിവാക്കരുത് ഇതിൽ നിന്നും. സത്യം ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ്. ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അടിമകൾ ആണ് ഇന്ന് കൂടുതലും. അതുകൊണ്ട് സൂക്ഷിച്ചാൽ എല്ലാവർക്കും നന്ന്. സുഹൃത്തെ, മുസ്ലിമിനെ എല്ലാവരെയും അടച്ചു പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. നടക്കുന്ന കുറച്ച് അലവലാദികളുണ്ട്. കുടുംബം നോക്കി നല്ല മനായിട്ട് ജീവിക്കുന്നുണ്ട്. അവർക്ക് വർഗീയതയില്ല. പക്ഷേ വർഗീയത മാത്രം മോഹിച്ച് നടക്കുന്ന കുറച്ച് അലവലാദികളുണ്ട്. അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. ഒരു മനസമാധാനം കിട്ടില്ല. എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊണ്ടിരിക്കണം. സമാധാനമായി പോയിക്കൊണ്ടിരിക്കുന്ന ഇടങ്ങളിൽ ഉണ്ടാക്കണം. ഇത് വർഗീയത മാത്രം മുൻനിർത്തി മുന്നോട്ട് പോകുന്ന കുറച്ച് അധികാരമുള്ള അലവലാദികൾ ഉണ്ട്. അവരെ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും ശാന്തരാണ്. നമ്മുടെ ഈ ദുഷിച്ച കേരളത്തിൽ സമാധാനമായിട്ട് ജീവിക്കുന്നവരുമുണ്ട്, ദുഷ്ടന്മാരുമുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? ഇത് പ്രശ്നമാവുമെന്ന് അവർക്കറിയാം. അങ്ങനെ ഈ കട പ്രശസ്തിയാകും. കൂടെ ഒരു ക്ഷമ ചോദിച്ചാൽ ഹിന്ദു എന്ന നാറികൾ ക്ഷമിക്കും എന്നും ഈ ചെറ്റകൾക്കറിയാം. ഇത് അങ്ങനെ വിടരുത്. ഇത് ഹിന്ദുമതം നശിപ്പിക്കാൻ ഉള്ള പുറപ്പാടാണ്. ഹിന്ദുവിനെ എന്തു പറഞ്ഞാലും ഇത്രയേ ഉള്ളൂ എന്ന് വരുത്തി തീർക്കാനുള്ള മനഃപൂർവം ആയ അജണ്ടയാണ്. പ്രതികരിച്ചിട്ട് ആ കട അടുപ്പിക്കുക.